കരൾ രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ 13-കാരി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ മലപ്പുറം സ്വദേശി വിപിന്റെ മകൾ തൃഷ്ണയാണ് നാളെ നടക്കേണ്ട കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം കെട്ടിവെക്കാനാവാതെ കൊച്ചിയിലെ ആശുപത്രിയിൽ കഴിയുന്നത്. സ്വന്തം കരൾ നൽകി മകളെ രക്ഷിക്കാൻ അമ്മ തയ്യാറായപ്പോഴും പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഈ കുടുംബം. പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നും ആയിട്ടില്ല, പൈസ ഒന്നും ആയിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. അവർക്കും വേണ്ടിയുള്ള ഇതാണ് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കണം. നാളെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണം. പണം കെട്ടിവെക്കാൻ ഇതുവരെയും ആയിട്ടില്ല. 1 മാസം മുൻപ് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കുട്ടി ആശുപത്രിയിലാവുന്നത്. കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു പ്രതിവിധിയില്ല എന്ന് ഡോക്ടർമാർ. എൻ്റെ ആങ്ങളേൻ്റെ മോള് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ നല്ലൊരു ഫണ്ട് വേണം. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഡെത്താവും എന്നുള്ളതാണ് പറഞ്ഞാൽ സഹായിക്കണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. മലപ്പുറം തിരുവാലി സ്വദേശിയായ വിപിന്റെ ഇളയ മകളാണ് തൃഷ്ണ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛന്റെ ഏക വരുമാനത്തിൽ വാടക വീട്ടിലാണ് ഈ 4-അംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായി വന്ന രോഗത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് ഭീമമായ ഒരു സംഖ്യ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പനിയാണെന്നുള്ളത് അങ്ങനെ മഞ്ഞപ്പിത്താണെന്നുള്ളത് മാത്രമേ അറിയണുള്ളൂ. പിന്നുള്ളതൊന്നും ഓർമ്മയും കാര്യമൊന്നും ഇല്ലാതെയായിട്ട്. പിന്നെ മകൾക്ക് സ്വന്തം കരൾ നൽകാൻ തയ്യാറായി അമ്മയും ആശുപത്രിയിൽ അഡ്മിറ്റാണ്. 18 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. തുച്ഛമായ തുക മാത്രമേ കൈവശമുള്ളൂ. തൃഷ്ണയ്ക്ക് വേണ്ടി ഒരു നാടാകെ ഒന്നിച്ചു നിൽക്കുന്നു. MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് ഇത്രയധികം പണം കണ്ടെത്തുകയാണ് പ്രധാന വെല്ലുവിളി. തങ്ങൾക്ക് മുന്നിൽ സഹായത്തിന്റെ കൈകൾ ഉയരും എന്ന പ്രതീക്ഷയിൽ നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണിവർ. 24 കൊച്ചി. തൃഷ്ണയുടെ തിരിച്ചുവരവിന് കഴിയുന്ന എല്ലാവരും സഹായിക്കണം. അതിനുവേണ്ടി ഈ തൃഷ്ണയുടെ സഹായത്തിനാവശ്യമായ അല്ലെങ്കിൽ പണം നൽകാൻ കഴിയുന്ന അക്കൗണ്ട് നമ്പറും വിവരങ്ങളും 24-ൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം നൽകാനും സഹായിക്കാനും കഴിയും.